ഡിയർ ഫ്രണ്ട്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയേഷ്. ഞാൻ മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയിൽ ഫിറ്റർ ട്രേഡിൽ സീനിയർ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരുന്നു. ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ട്യൂബ് ആൻഡ് പൈപ്പ് ഫിറ്റിങ്സിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ ഹൈഡ്രോളിക് കണക്റ്റേഴ്സിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരിക്കൽ കൂടി ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ട്യൂബ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ് ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം പാർട്ട് 2. Connectors. Connectors are the elements which connects the tube ends to the body of various hydraulic elements. Connectors also serve various other purposes like changing size of tube, changing direction of flow, restriction of flow, etc. Connectors can be classified according to various parameters. വ്യത്യസ്ത ഹൈഡ്രോളിക് ഘടകങ്ങളുടെ ബോഡിയുമായി ഹൈഡ്രോളിക് ട്യൂബിനെ കണക്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് കണക്ടർ. നമ്മൾ ഇതിന് തൊട്ടു മുന്നുള്ള വീഡിയോയിൽ പാർട്ട് 1-ൽ ഹൈഡ്രോളിക് ട്യൂബ് അല്ലെങ്കിൽ പൈപ്പിനെ കുറിച്ച് വിശദമാക്കിയിരുന്നു. അപ്പോൾ ഹൈഡ്രോളിക് ട്യൂബിനെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പൈപ്പിനെ ഹൈഡ്രോളിക് കോമ്പണൻറ്റുമായി കണക്റ്റ് ചെയ്യാൻ ഒരു ഡിവൈസ് ആവശ്യമാണ്. ഈ ഡിവൈസാണ് കണക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രോളിക് ട്യൂബുകൾ തമ്മിലോ രണ്ട് പൈപ്പുകൾ തമ്മിലോ ജോയിൻ ചെയ്യാനുള്ള ഒരു ഡിവൈസായും കണക്ടർ നമ്മൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല, ട്യൂബിൻ്റെ സൈസ് മാറ്റം വരുത്താൻ, ഡയറക്ഷൻ മാറ്റം വരുത്താൻ, ഫ്ലോ നിയന്ത്രിക്കാൻ എന്നീ ആവശ്യങ്ങൾക്കും കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. വ്യത്യസ്ത പാരാമീറ്റർ അനുസരിച്ചാണ് കണക്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വ്യത്യസ്ത കണക്റ്റേഴ്സിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഫോട്ടോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന കണക്റ്റേഴ്സിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കണക്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അടുത്തത്. അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് സീലിംഗ് ഡിസൈൻ, ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ലീക്കില്ലാതെ സീലിംഗ് ചെയ്തു നിർത്തുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഡിസൈൻ അനുസരിച്ചാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഷേപ്പ്, സൈസ് ആൻഡ് പർപ്പസ് യൂസ്ഡ് ഫോർ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഷേപ്പ് അനുസരിച്ച്, സൈസ് അനുസരിച്ച്, അതുപോലെ എന്ത് പർപ്പസിനാണ് ഈ കണക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ കണക്റ്റേഴ്സിനെ തരംതിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സീലിംഗ് ഡിസൈൻ അനുസരിച്ച്, ഒന്നാമത്തെ ഐറ്റം ഫ്ലെയർഡ് ഫിറ്റിംഗ്. ഇൻ ദിസ് ദി പൈപ്പ് ഈസ് ഫ്ലെയർഡ് ആൻഡ് ഫിറ്റഡ് ടു ദി സ്യൂട്ടബിൾ കണക്ടർ. അപ്പോൾ ഇതിലൊരു ചിത്രം കാണാം. ചിത്രത്തിൽ നമുക്ക് ഒരു ട്യൂബ് കാണാം, ക്യാപ്പ് നട്ട് കാണാം, ഒരു ഫ്ലെയർ എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ കാണാം. ഫ്ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബിൻ്റെ അല്ലെങ്കിൽ പൈപ്പിൻ്റെ അറ്റം നമ്മൾ ബിവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഫ്ലെയർ ചെയ്തിരിക്കുന്ന ഒരു പൈപ്പ് നമ്മൾ കണക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ക്യാപ്പ് നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലെയർ ചെയ്തിരിക്കുന്ന പോർഷൻ കണക്ടറിലെ ഉള്ളിൽ ഹാച്ച് ചെയ്യാത്ത ഭാഗം ഒരു പൈപ്പ് കാണാം, അതിൽ ടൈറ്റായി നിൽക്കുകയും സീലിംഗ് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് ഫ്ലെയർഡ് ഫിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായി ഓ-റിംഗ് കംപ്രഷൻ ഫിറ്റിംഗ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓ-റിംഗ് സീൽസ് the pipe outside diameter
ദ സ്പ്ലിറ്റ് റിംഗ് ക്ലാംസ് ദ പൈപ്പ് ഇൻ പൊസിഷൻ. അപ്പോൾ ഇതിലും നമുക്കൊരു കണക്ടർ കാണാം. കണക്ടറിൻ്റെ ഓട് ചേർന്ന് തന്നെ ഒരു ക്യാപ് നട്ട്, ഒരു സ്പ്ലിറ്റ് റിങ് എന്നിവയെല്ലാം കാണാം. റെഡ് കളറിൽ കാണുന്നതാണ് ഓറിങ്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കണക്ടറിനകത്തേക്ക് ട്യൂബ് കടത്തി വയ്ക്കുകയും ഓറിങ് ആണ് ഈ ട്യൂബും കണക്ടറും തമ്മിലുള്ള ഗ്യാപ്പിൽ ഫ്ലൂയിഡ് ലീക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നത്. ക്യാപ് നട്ട് ടൈറ്റാക്കി കഴിയുമ്പോൾ ഓറിങ് കണക്ടറിൻ്റെയും ട്യൂബിൻ്റെയും ഗ്യാപ്പിൽ സീലായിട്ട് ആക്ട് ചെയ്യുന്നു. ഓറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റൗണ്ട് ക്രോസ് സെക്ഷനുള്ള ഒരു റിങ്ങാണ്. സ്ലീവ് കംപ്രഷൻ ഫിറ്റിംഗ് അടുത്തത്. In this, the pipe is formed, the neck seal the path of oil along with the sleeve. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമുക്കൊരു ക്യാപ് നട്ട് കാണാം. ഇപ്പോൾ സ്ലീവ് കംപ്രഷൻ ഫിറ്റിംഗ് എന്ന് പറയുന്ന ഈ ടൈപ്പിൽ ട്യൂബ് ഒരു നെക്ക് ഫോം ചെയ്തിട്ടാണ് നമ്മൾ കണക്ടറിന് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിലൊരു സ്ലീവ് ഉണ്ട്. നമ്മൾ ക്യാപ് നട്ട് ടൈറ്റ് ചെയ്യുന്നതോടുകൂടി ലീക്ക് പ്രൂഫായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. അടുത്ത ഫെറൂൾ കംപ്രഷൻ ഫിറ്റിംഗ്. ഇൻ ദിസ്, ദി ഫെറൂൾ ഈസ് ഓഫ് എ സ്പെഷ്യൽ ഡിസൈൻ. ഫെറൂൾ ബൈറ്റ്സ് ദ ട്യൂബ് ടു ഫോം എ പെർമനൻറ്റ് സീൽ. അപ്പോൾ ഇത്തരം കണക്റ്റേഴ്സിലും ഒരു ക്യാപ് നട്ടുണ്ട്. മാത്രമല്ല ഇതിലൊരു സ്പെഷ്യൽ ഡിസൈനിലുള്ള ഒരു ഫെറൂളുണ്ട്. ഈ ഫെറൂളാണ് ഈ കണക്ടറിനകത്തേക്ക് പൈപ്പിനെ കറക്റ്റായിട്ട് പിടിച്ചു നിർത്തുന്നത്. ക്യാപ് നട്ട് നമ്മൾ ടൈറ്റ് ആകുന്നതോടുകൂടി ഫ്ലൂയിഡ് സീലായിട്ട് നിൽക്കുന്നു. അടുത്തതായി ഓറിങ് ഫിറ്റിംഗ്. ദി പൈപ്പ് ഈസ് വെൽഡ് വിത്ത് എ റിംഗ് വിത്ത് എ ഫ്ലാറ്റ് ഫേസ്. ദിസ് ഫേസ് സീൽസ് എഗനസ്റ്റ് എ ഓറിങ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഓറിങ് കാണാം, യൂണിയൻ നട്ട് അല്ലെങ്കിൽ ക്യാപ് നട്ട്, ഫിറ്റിംഗ് ബോഡി, ടെയിൽ പീസ്, വെൽഡഡ് ഓർ ബ്രേസ്ഡ് ട്യൂബ് കണക്ഷൻ, ഇത്രയും ഭാഗങ്ങൾ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓറിങ് ഫിറ്റിങ്ങിൽ ഒരു റിങ് പൈപ്പിൽ അല്ലെങ്കിൽ ട്യൂബിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ റിങ്ങിൻ്റെ ഒരു ഭാഗം ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, മറ്റേ അറ്റം കണക്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഫേസും കണക്ടറിൻ്റെ ഫേസിൻ്റെയും ഇടയിലാണ് ഓറിങ് വരുന്നത്. യൂണിയൻ നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നതോടുകൂടി ഓറിങ് ഈ രണ്ട് ഫേസിൻ്റെ ഇടയിൽ ടൈറ്റായിട്ട് ഫ്ലൂയിഡ് സീൽ ചെയ്ത് നിർത്തുന്നു. അടുത്ത ക്രൈറ്റീരിയ, സെലക്ഷൻ ഓഫ് ദി റൈറ്റ് ടൈപ്പ് ഓഫ് കണക്ടർ. Selection of right type of connector depends upon various factors like working pressure of system. നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയ ഏത് തരത്തിലുള്ള കണക്ടറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന ക്രൈറ്റീരിയയാണ് അടുത്ത് പറയുന്നത്. വർക്കിംഗ് പ്രഷർ ഓഫ് സിസ്റ്റം, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എത്രമാത്രം പ്രഷർ ആക്ട് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. ഫ്രീക്വൻസി ഓഫ് അസംബ്ലി ആൻഡ് ഡിസംബ്ലി, ഹൈഡ്രോളിക് സിസ്റ്റം ഈ കണക്റ്റേഴ്സ് നമ്മൾ എത്ര നാൾ കൂടുമ്പോൾ അല്ലെങ്കിൽ എത്ര കാലയളവ് കൂടുമ്പോൾ നമ്മൾ എത്ര സമയം ഇടവിട്ട് ഇത് അസംബിൾ ചെയ്യും അല്ലെങ്കിൽ ഡിസംബിൾ ചെയ്യും. വൈബ്രേഷൻ ഓർ ഷോക്ക് ലെവൽ
ഇൻ സർക്യൂട്ട്. ഹൈഡ്രോളിക് സർക്യൂട്ടിൽ എത്രത്തോളം വൈബ്രേഷൻ അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഷോക്ക് ലോഡ് അനുഭവപ്പെടുന്നു. വർക്കിംഗ് ഏരിയ, എത്രത്തോളം വർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഏത് തരത്തിലുള്ള കണക്ടറാണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ, അക്കോർഡിംഗ് ടു ദി സൈസ്, ഷേപ്പ് ആൻഡ് പർപ്പസ് ഓഫ് യൂസ്. 2 ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് സീലിംഗ് ഡിസൈൻ ആയിരുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. അടുത്ത അക്കോർഡിംഗ് ടു സൈസ്, ഷേപ്പ് ആൻഡ് പർപ്പസ് ഓഫ് യൂസ്. അപ്പോൾ ഇതിൽ വരുന്നത് സ്ട്രേറ്റ് കണക്ടർ. അപ്പോൾ ഇനി പറയുന്നതെല്ലാം തന്നെ നമ്മൾ പൈപ്പ് ഫിറ്റിങ്സിനെ കുറിച്ചുള്ളതാണ്. അതായത് ഹൈഡ്രോളിക് പൈപ്പ് ഫിറ്റിങ്സ്. ഇത് സാധാരണ പ്ലംബിംഗ് പൈപ്പ് ഫിറ്റിങ്സുമായി വളരെയധികം സാമ്യമുള്ളതാണ്. ഒന്നാമത്തത് സ്ട്രെയിറ്റ് കണക്ടർ. ടു കണക്ട് ദ ട്യൂബ് എൻഡ് പാരലൽ ടു ദി ബോഡി ഓഫ് ഹൈഡ്രോളിക് എലമെൻറ്റ്സ്. ഇപ്പോൾ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സ്ട്രെയിറ്റ് കണക്ടറിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ട്യൂബിൻ്റെ എൻഡ് ഹൈഡ്രോളിക് എലമെൻറ്റിൻ്റെ ബോഡിയുമായി പാരലായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് കണക്ടർ ഉപയോഗിക്കുന്നത്. അടുത്തത് എൽബോ കണക്ടർ. ടു കണക്ട് ട്യൂബ് പെർപെൻഡിക്കുലർ ടു ദി ബോഡി ഓഫ് ദി ഹൈഡ്രോളിക് എലമെൻറ്റ്സ്. ഹൈഡ്രോളിക് എലമെൻസിൻ്റെ ബോഡിയുമായി പെർപെൻഡിക്കുലറായി ട്യൂബിനെ കണക്ട് ചെയ്യാനാണ് എൽബോ കണക്ടർ ഉപയോഗിക്കുന്നത്. എൽബോ കണക്ടറിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ബെഞ്ചോ കണക്ടർ. ബെഞ്ചോ കണക്ടർ ഈസ് സിമിലർ ടു എ എൽബോ but has the flexibility to turn 360 degree with the port axis. This help in easy positioning of the pipe with hydraulic elements. ഇത് എൽബോ കണക്ടറിൻ്റെ അതേപോലെ തന്നെയാണ്. പക്ഷേ ഫിഗറിൽ കാണാം ഒരു സ്യുവൽ പാഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോർട്ട് കണക്ട് ചെയ്യുന്ന ആക്സിസ് 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പ് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത് ഫ്ലാഞ്ച് കണക്ഷൻ. ബിഗ് സൈസ് വാൽവ് ഡു നോട്ട് ഹാവ് ത്രെഡഡ് പോർട്ട്. ദേ only have a hole as a port. In this case, a flange is mounted on the body and the connector is mounted on the flange. This is also called flush mounting. അതായത് വലിയ വാൾവുകൾക്ക് കണക്റ്റേഴ്സ് ഫിറ്റ് ചെയ്യാൻ ത്രെഡഡ് പോർട്ടുകൾ ഉണ്ടാവാറില്ല. അവയ്ക്കൊരു ഹോളാണ് ഉണ്ടാവാറ്. ഇത്തരം കേസിൽ ഒരു സ്പെഷ്യൽ ഫ്ലാഞ്ച് ബോഡിയിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയും കണക്ടർ ഫ്ലാഞ്ചിൽ ഉറപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് കാണാം, ഒരു സ്ക്രൂ വെച്ച് ഫ്ലാഞ്ചിനെ വാൾവ് ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ലീക്ക് വരാണ്ടിരിക്കാൻ ഒരു ഓറിങ് ഉണ്ട് ചിത്രത്തിൽ. എന്നിട്ട് നമ്മൾ കണക്ടർ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഞ്ച് കണക്ഷൻ നമ്മൾ ഫ്ലഷ് മൗണ്ടിങ് എന്നുകൂടെ പറയും. അടുത്ത് പ്ലഗ്. പ്ലഗ് ഈസ് യൂസ്ഡ് ടു ബ്ലോക്ക് എനി പോർട്ട് ഓഫ് എ ഹൈഡ്രോളിക് എലമെൻറ്റ്. നമ്മൾ സാധാരണ പ്ലംബിങ്ങിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ പ്ലഗ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഏത് ഹൈഡ്രോളിക് പോർട്ടിലായാലും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ടു കണക്ട് എ ട്യൂബ് എൻഡ് ടു അനദർ ട്യൂബ് എൻഡ്. നമ്മൾ കണക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, ഒരു ട്യൂബ് എൻഡിൽ മറ്റൊരു ട്യൂബ് എൻഡ് കണക്ട് ചെയ്യാനും കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നു.
അപ്പോൾ അത്തരത്തിലുള്ള കണക്റ്റേഴ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ടി കണക്ടർ. ടി കണക്ടറിൻ്റെ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. യൂസ്ഡ് ടു കണക്ട് 3 പൈപ്സ് എൻഡ് അറ്റ് എ ജംഗ്ഷൻ. 3 പൈപ്പ് എൻഡുകൾ ഉപയോഗിച്ച് ഒരു ജംഗ്ഷൻ പോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടി കണക്ടർ ഉപയോഗിക്കുന്നത്. 4-വേ കണക്ടർ. കണക്ട് 4 പൈപ്സ് എൻഡ് അറ്റ് എ ജംഗ്ഷൻ. നമ്മൾ പ്ലംബിംഗ് ടൂൾസിൽ ഫിറ്റിങ്സിൽ നമ്മൾ ക്രോസ് എന്ന് പറയുന്ന, അതിന് ഹൈഡ്രോളിക്സിൽ നമ്മൾ ഇവിടെ പറയുന്നത് 4-വേ കണക്ടർ. 4 പൈപ്പ് എൻഡുകൾ കൂട്ടിയിട്ട് ഒരു ജംഗ്ഷനാക്കി മാറ്റുന്നതിനെ, അല്ലെങ്കിൽ അത്തരം ഫിറ്റിങ്ങിനെ 4-വേ കണക്ടർ എന്ന് പറയുന്നു. റെഡ്യൂസർ. കണക്ട് 2 പൈപ്പ് എൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. ആ പേര് സൂചിക്കുന്ന പോലെ തന്നെ 2 ഡിഫറെൻറ്റ് സൈസിലുള്ള പൈപ്പുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസർ ഉപയോഗിക്കുന്നത്. ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ട്യൂബ് ആൻഡ് ഹോസ് ഫിറ്റിംഗ്. ട്യൂബ് അല്ലെങ്കിൽ ഹോസ് ഫിറ്റിങ്ങിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ കേസ് ഓഫ് ദി റിജിഡ് കണക്ഷൻ ഓഫ് ദി ഫോളോയിങ് ടു ബി ഒബ്സർവ്ഡ്. റിജിഡ് കണക്ഷനിൽ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. ട്യൂബ് ഷുഡ് ബി ബെൻഡ് സച്ച് ദാറ്റ് ദി ബെൻഡ് ഹാസ് നോ ഫ്ലാറ്റ്സ് ഓർ റിങ്കിൾ അറ്റ് ദി ബെൻഡ് കോർണേഴ്സ്. ഇപ്പോൾ ട്യൂബിനെ നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് സർക്യൂട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ഹൈഡ്രോളിക് ട്യൂബുകൾ നമ്മൾ ബെൻഡ് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിൽ തമ്മിൽ പല എലമെൻറ്റ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ബെൻഡിൻ്റെ പോർഷനിൽ ഫ്ലാറ്റനായിട്ടോ അല്ലെങ്കിൽ റിങ്കിളായിട്ടോ ചുളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആവുകയോ ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് ബെൻഡായിട്ട് തന്നെ ഇരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തത്, ട്യൂബ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ആൻഡ് റിമൂവ്ഡ് വിത്തൗട്ട് സ്പ്രിങ്ങിങ്, ബെൻഡിങ് ഓർ ഡാമേജിങ് ദി ട്യൂബ്. ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോഴോ സ്പ്രിങ്ങിങ് ചെയ്യാൻ പാടില്ല, കൂടുതലായി ബെൻഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ട്യൂബ് ഡാമേജ് ചെയ്യാൻ പാടില്ല. സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടിലേക്ക് നമ്മൾ അടുപ്പിച്ച് നിർത്തിക്കഴിഞ്ഞ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്, സ്പ്രിങ് ആക്ഷനിലുള്ള പോലെ പഴയ സ്ഥിതിയിലേക്ക് തന്നെ പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല. സപ്പോർട്ട് ഓഫ് ട്യൂബ്സ് എലോങ് ആൻഡ് ദി ലെങ്ത് ഈഫ് മോർ ദാൻ 1 മീറ്റർ ലോങ്. 1 മീറ്ററിൽ കൂടുതൽ ലെങ്ത്തുള്ള ട്യൂബുകൾ നമ്മൾ ഫിഗറിൽ കാണിച്ച പോലെ സപ്പോർട്ടിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡിസൈൻ പൈപ്പ് ലൈൻ ഇൻ എ നീറ്റ് ആൻഡ് സ്ട്രെയിറ്റ് വേ ടു മേക്ക് ഫിക്സിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഈസി. നമ്മൾ പൈപ്പ് ലൈനിൻ്റെ ഡിസൈന് വളരെ നീറ്റായിട്ടും സ്ട്രെയിറ്റായിട്ടും കൊണ്ടുപോകണം. ഫിഗറിൽ നമ്മൾ കാണാം, നമ്മൾ ചുമരിലൊക്കെ വയറിങ് ചെയ്ത പോലെ പാരലായിട്ട് പൈപ്പ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ക്ലാമ്പ് വെച്ചിട്ട്. അപ്പോൾ നീറ്റായിട്ടും സ്ട്രെയിറ്റായിട്ടും വേണം നമ്മൾ പൈപ്പ് ലൈൻ ഫിക്സ് ചെയ്യാൻ. എന്നാലാണ് മെയിൻ്റെനൻസൊക്കെ ഈസി ആവുകയുള്ളൂ. അടുത്തത്, യൂസ് മിനിമം നമ്പർ ഓഫ് കണക്ഷൻസ്. മിനിമം നമ്പർ കണക്ഷൻസ് ആക്കി സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. യൂസ് മിനിമം നമ്പർ ഓഫ് ബെൻസ് ഇൻ ട്യൂബിംഗ്. ട്യൂബിങ്ങിൽ മിനിമം നമ്പർ ബെൻസുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. യൂസ് ട്യൂബ്സ് ആൻഡ് കണക്റ്റേഴ്സ് അക്കോർഡിംഗ് ടു ദി വർക്കിംഗ് പ്രഷർ ഓഫ് ദി സർക്യൂട്ട്. ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പ്രഷർ എത്രത്തോളമുണ്ട് അതിനനുസരിച്ചുള്ള കണക്റ്റേഴ്സാണ് നമ്മൾ, പ്രഷർ റേറ്റിംഗ് ഉള്ള കണക്റ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്.
Make sure tubes are kept clean and clear from chips, dust, etc. That enables to detect apparent oil leakage. നമ്മളെ ട്യൂബ് വളരെ ക്ലിയർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ചിപ്സോ അല്ലെങ്കിൽ ഡസ്റ്റുകളൊന്നും പാടില്ല. നല്ല ക്ലീൻ ആണെങ്കിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. പോയിൻറ്റ്സ് ടു നോട്ട് വൈൽ യൂസിങ് ഫ്ലെക്സിബിൾ ഹോസ് കണക്ഷൻസ്. എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിക്കുമ്പോൾ നോട്ട് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫ്ലെക്സിബിൾ ഹോസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫ്ലെക്സിബിൾ ഹോസസ് ആർ കോസ്റ്റ്ലി. യൂസ് ഓഫ് ദം ഹാസ് ടു ബി ജസ്റ്റിഫൈഡ്. ഹൈഡ്രോളിക് ഫ്ലെക്സിബിൾ ഹോസ് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിക്കണോ അതോ സോളിഡായിട്ടുള്ള ട്യൂബോ അല്ലെങ്കിൽ പൈപ്പോ ഉപയോഗിച്ചാൽ മതിയോ എന്ന കാര്യം നമ്മൾ ആദ്യം തീരുമാനിക്കണം. Remember that the hose will change in length from plus 2% to plus 4% when pressurized. Provide slack or bend in the hose to compensate for any change in length which might occur. ഹൈഡ്രോളിക് സർക്യൂട്ട് പ്രഷറൈസ് ചെയ്യുമ്പോൾ ഹോസിൻ്റെ ലെങ്ത്ത് 2% മുതൽ 4% വരെ കൂടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ലെങ്ത്തിൽ ഹോസ് കണക്ട് ചെയ്യാണ്ട് കുറച്ച് ലൂസായിട്ട് ഹോസ് കുറച്ച് സ്ലാക്കായിട്ട് ബെൻഡുള്ള സൈഡിൽ അതുപോലെ ഹോസ് കുറച്ചധികം സാധാരണ അളവിനേക്കാൾ കൂടുതൽ നമ്മൾ കണക്ഷനിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് കാണിക്കുന്ന രണ്ട് ഫിഗറാണ് ഈ കാണുന്നത്. രണ്ട് കണക്ടർ തമ്മിൽ ഹൈഡ്രോളിക് ഫ്ലെക്സിബിൾ ഹോസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്താണ്. റോങ് റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോങ് എന്നുള്ളത് അത് കറക്റ്റ് ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. കുറച്ച് ലെങ്ത്ത് കൂടുതൽ നമ്മൾ സർപ്ലസ് ലെങ്ത്ത് നമ്മൾ കൊടുക്കണം. കാരണം പ്രഷറൈസ് ചെയ്യുമ്പോൾ 2 to 4% വരെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ രണ്ട് ഫിഗറാണ് ഈ കാണുന്നത്. If high operating pressures are applied to a twisted hose, the hose may fail or the attaching nut become loose. ഓപ്പറേറ്റിംഗ് പ്രഷർ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ഹോസ് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന നട്ട് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കീപ് ദ ബെൻഡ് റേഡിയസ് ഓഫ് ദ ഹോസ് as large as possible to avoid collapsing of line and restriction of flow. ഫ്ലോയുടെ നിയന്ത്രണം ഇല്ലാതിരിക്കാൻ, അതുപോലെ പൈപ്പുകൾ തമ്മിൽ കൊളാപ്സിബിളായിട്ട് കൂടിക്കലർന്നത് ഒഴിവാക്കാൻ ബെൻഡ് റേഡിയസിൽ നമ്മൾ കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുതൽ ഹോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണുന്നത്. നേരത്തെ പോലെ തന്നെ റൈറ്റ് റോങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബെൻഡ് റേഡിയസ് ഒക്കെ കുറച്ചും കൂടെ നമ്മൾ ലെങ്ത്ത് കൂട്ടി, ഹോസ് ഹൈഡ്രോളിക് ഹോസ് എക്സ്പെൻസീവ് ആണെങ്കിലും കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കണം. പൈപ്പുകൾ തമ്മിൽ കൊളാപ്സിബിൾ ആവാണ്ടിരിക്കാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത്, വെൻ ഹോസ് ലൈൻ pass close to a hot exhaust manifold, protect the hose with a fire-proof board or metal baffling. ഇപ്പോൾ ഫിഗർ നമുക്ക് കാണാം. ഒരു ഹോട്ട് എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ അടുത്തുകൂടെ ഒരു ഹൈഡ്രോളിക് ഹോസ്
ഫ്ലെക്സിബിൾ ഹോസ് കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ഫ്ലെക്സിബിൾ ഹോസ് ഹോട്ട് മാനിഫോൾഡിൽ ടച്ച് ആവുന്നതോടുകൂടി തന്നെ അത് ഉരുകി ലീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയർ പ്രൂഫ് ബ്രാക്കറ്റ് ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഫിഗറിൽ കാണാൻ റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ ഫയർ പ്രൂഫ് ബ്രാക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ഹോസിനെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും ഹോട്ടായിരിക്കുന്ന എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ സർക്യൂട്ട് കണക്ഷൻ കൊടുക്കേണ്ടത്. യൂസ് എൽബോസ് ആൻഡ് അഡാപ്റ്റർ ടു എൻഷുർ ഈസിയർ ക്ലീനർ ഇൻസ്റ്റലേഷൻ ഫോർ ക്വിക്ക് ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. എൽബോ, അഡാപ്റ്റർ എന്നിവയെല്ലാം ഈസി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ റോങ്, അടുത്തതിൽ റൈറ്റ് എന്നൊക്കെ കാണാം. കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട്, ഒരുപാട് നമ്മൾ ലെങ്ത്ത് കൂട്ടി ഓക്സ് കണക്ട് ചെയ്യാൻ പാടില്ല, വളരെ കുറച്ചും ലെങ്ത്തായിട്ടും കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് എവിടെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഇൻസ്പെക്റ്റ് ചെയ്യാം. മെയിൻ്റനൻസ് എന്നിവയ്ക്കെല്ലാം വളരെ സൗകര്യപ്രദമായിരിക്കും. When a hose assembly is to be subjected to considerable flexing or vibration, remember that metal hose fittings are not part of flexible portion. അതായത് റോങ്, റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൈബ്രേഷൻ വരുന്ന ഒരു ഹൈഡ്രോളിക് എലമെൻറ്റിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മെറ്റൽ ഹോസ് ഫിറ്റിങ്സ് ആർ നോട്ട് ദ പാർട്ട് ഓഫ് ഫ്ലെക്സിബിൾ പോർഷൻ. മെറ്റൽ പോർഷനൊന്നും ഫ്ലെക്സിബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ഓർമ്മ വേണം. രണ്ടാമത്തെ റൈറ്റ് പൊസിഷനിൽ കൊടുത്തിരിക്കുന്നത് കാണാം ചിത്രത്തിൽ. ഒന്നാമത്തെ പൊസിഷനിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കണക്ഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേൽ വളരെ നീറ്റായിട്ട് ആണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ രണ്ടാമത്തെ ഫിഗറിൽ, റൈറ്റ് എന്ന് പറയുന്ന ഫിഗറിൽ കാണുന്നത് പോലെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. മെയിൻ്റനൻസ്, ഇൻസ്പെക്ഷന്, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ റോങ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഫിഗറിൽ എല്ലാം കൂടെ കൊളാപ്സിബിളായിട്ടാണ് കാണുന്നത്. Hose must be bent in the same plane as the motion of the part to which the hose is connected. ഹോസ് സെയിം പ്ലെയിനിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഫിഗർ കണ്ടാൽ അറിയാം, റോങ്, റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാം. രണ്ട് പാർട്ടുകൾ തമ്മിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് റോങ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതിൽ രണ്ട് പ്ലെയിനിലാണ്. അത് ഒരേ പ്ലെയിനിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. യൂസ് മെറ്റൽ വയർ മെഷ് ടു കവർ ദി ട്യൂബ് ഇൻ ഏരിയാസ് വേർ ദ ഹോസ് മേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ഹോട്ട് ചിപ്സ്. ഹോട്ട് ചിപ്സുമായി കോണ്ടാക്റ്റ് വരുന്ന ഭാഗങ്ങളിൽ മെറ്റൽ വയർ കൊണ്ട് മെഷ് ചെയ്തിരിക്കുന്ന കവറുള്ള ട്യൂബുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത ട്യൂബുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകി പോവുകയും ആക്സിഡൻ്റൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫിഗറിൽ കാണാം പ്രൊട്ടക്റ്റീവ് മെറ്റൽ വയർ മെഷ് ട്യൂബ്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിൻ്റെ ഹോസ് പോലെയുള്ള ട്യൂബുകളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രോളിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മലമ്പുഴ ഗവൺമെൻറ് ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.